ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഇമ്മ ഉണ്ടാക്കി തന്ന കിളിക്കൂടുമായിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി കാണാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു ബെല്ലൈക്കനും കൂടി ഞെക്ക്. ഇട്ടുള്ളത് കിഴങ്ങ്, ഉള്ളി, തക്കാളി, മുട്ട, ബീഫ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാൻ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ 2 ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും എല്ലാം ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് ഗരം മസാല, ഗരം മസാല 1/4 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് ഇനി ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച കിഴങ്ങിട്ട് കൊടുക്കാം. അതൊക്കെ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി. ഇതൊരു മുട്ടയാണ്. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ചൂടായ ശേഷം നമുക്ക് ഇതൊരു കിളിക്കൂടിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നമ്മൾ മുട്ടയ്ക്ക് ഇതിട്ടിട്ട് അടുത്തത് സേമിയനിക്കിട്ട് നല്ല ഇതിൻ്റെ മേലെ അതുകൊണ്ട് പിടിക്കണം. അതുമ്പോ ഇപ്പം നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തേക്ക് അത് മാറ്റിയേക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാം. ഞാനിതിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് വേവിക്കാം. ഇനി നമുക്കിത് ഒന്നൊന്നായി കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുമ്മേ നമ്മളെ മുട്ടയുടെ വെള്ള നുറുക്കി
നുറുക്കി നുറുക്കി വെച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ബായ്. അസ്സലാമലൈക്കും.